കാർത്തിക് താഴേക്ക് നോക്കി. അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് തന്നെ തനിച്ചാക്കിപ്പോയ ആ ഷാട്ടിക്കാരിയായ പെൺകുട്ടിയെ ഇപ്പോൾ അവളിൽ കാണാനില്ല. അവളുടെ അഹങ്കാരവും പേടിയുമെല്ലാം പൂർണ്ണമായും ഉരുകിപ്പോയിരുന്നു. ജീവിതം അവളെ വളരെ വലിയൊരു പാഠം പഠിപ്പിച്ചുവെന്ന് അവന് മനസ്സിലായി. ശരി, ഇനി കിടന്നുറങ്ങൂ സഹസ്ര. നടന്നു പോയ കാര്യങ്ങളൊക്കെ ആർക്കും ഇനി മാറ്റാൻ കഴിയില്ല. ഒരുപാട് സമയം കണ്ണടച്ച് കുറച്ചു നേരം വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് ആ സംഭാഷണം അവസാനിപ്പിച്ചു. ഇനി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന അർത്ഥത്തിലാണ് അവൻ അത് പറഞ്ഞത്. പക്ഷേ അന്ന് രാത്രി അവർ രണ്ടുപേർക്കും ഒട്ടും ഉറക്കം വന്നിരുന്നില്ല. രാവിലത്തെ ഇളംവെയിൽ കിരണങ്ങൾ ജനൽ ചില്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ട്രെയിനിൻ്റെ വേഗത കുറഞ്ഞു. സഹസ്ര പതുക്കെ കണ്ണുകൾ തുറന്നു. രാത്രി മുഴുവൻ കരഞ്ഞാവാം അവൾ ഉറങ്ങിപ്പോയത്. കൺപീലികൾക്ക് നല്ല ഭാരം തോന്നിയിരുന്നു. ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബ്ലാങ്കറ്റ് പതുക്കെ മാറ്റി അവൾ മുകളിലേക്ക് നോക്കി. അപ്പർ ബർത്തിൽ കാർത്തിക് അപ്പോഴേക്കും എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതിയാവാം അവൾ ഉണരുന്നത് വരെ താഴേക്ക് വരാതെ അവിടെ ഇരുന്നവൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അവൾ ഉണർന്നത് ശ്രദ്ധിച്ചാൻ പുസ്തകം അടച്ചു മാറ്റിവെച്ചു. ഗുഡ് മോർണിംഗ്, എഴുന്നേറ്റിരുന്ന സഹസ്ര പറഞ്ഞു. സമയം എത്രയായി? 5:30 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. ഇനി 1.5 മണിക്കൂറിനുള്ളിൽ വൈശാഖിയിലെത്തും. ഞാൻ പോയി പാൻട്രിയിൽ നിന്ന് ചായ വാങ്ങി വരാം. നീ പോയി ഫ്രഷ് ആകും. അത്രയും പറഞ്ഞവൻ കൂപ്പയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. സഹസ്രക്ക് ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല. രാത്രി നടന്ന ആ നീണ്ട സംഭാഷണത്തിന് ശേഷം അവനിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്തായിരിക്കും കാരണം? പാവം തോന്നിയിട്ടാണോ? അതോ ഞാൻ ചെയ്ത തെറ്റ് അവൻ ക്ഷമിച്ചതാണോ? എന്തായാലും അവൻ്റെ ആ ശബ്ദത്തിൽ ആ ചിന്തകളെല്ലാം മാറ്റിവെച്ച് അവൾ വാഷ്റൂമിൽ പോയി മുഖം കഴുകി തിരികെ വന്നു. അവൾ വരുമ്പോഴേക്കും കാർത്തിക് ആ ചെറിയ ഫോൾഡിംഗ് ടേബിൾ 2 കപ്പ് ചായ കൊണ്ടുവച്ച് സീറ്റിൻ്റെ ഒരറ്റത്ത് വന്നിരിപ്പുണ്ടായിരുന്നു. സഹസ്രയും ചെന്ന് സീറ്റിൻ്റെ മറ്റേ അറ്റത്തിരുന്ന് ചായക്കപ്പ് കയ്യിലെടുത്തു. രണ്ടുപേരും മിണ്ടാതെ ചായ കുടിക്കാൻ തുടങ്ങി. ട്രെയിൻ അനകാപ്പള്ളി പിന്നിട്ട് വൈശാഖ ലക്ഷ്യമാക്കി വേഗത്തിൽ കുതിക്കുകയാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി മനസ്സിന് വലിയൊരു ആശ്വാസം നൽകുന്നതായി തോന്നി. ഗ്ലാസ്സിലൂടെ അകത്തേക്ക് അരിച്ചെത്തുന്ന പുലർ വെളിച്ചത്തിൽ അവൾ ആ മലനിരകളിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. നല്ല ശാന്തതയുണ്ട് അല്ലേ? ആ പ്രകൃതി ഭംഗിയിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തിക് ചോദിച്ചു. സഹസ്ര ചായക്കപ്പ് മാറ്റിവെച്ച് തലയാട്ടി. അതെ, മനുഷ്യരുടെ മനസ്സിൽ എത്ര വലിയ കൊടുങ്കാറ്റും അസ്വസ്ഥതകളും ഉണ്ടായാലും ഈ പ്രകൃതി മാത്രം ഒന്നും അറിയാത്തതുപോലെ എപ്പോഴും ഇതുപോലെ ഇത്രയും പ്രശാന്തമായിരിക്കില്ലേ? കാർത്തിക് അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ രാത്രി വരെ എൻ്റെ കണ്ണിൽ നീ വെറുമൊരു സ്വാർത്ഥമത്തി മാത്രമായിരുന്നു സഹസ്ര. സ്വന്തം സുഖത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി മറ്റുള്ളവരെ ബലി കൊടുക്കുന്ന കൂട്ടത്തിലൊരാൾ. പക്ഷേ ഇന്നലെ രാത്രി നിന്റെ അച്ഛനെക്കുറിച്ച് നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനു ശേഷം എനിക്ക് മനസ്സിലായി. സഹസ്ര അത്ഭുതത്തോടെ അവനെ നോക്കി. നീ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയുമില്ല. പക്ഷേ ആ തെറ്റിന് പിന്നാലുണ്ടായിരുന്ന നിന്റെ പേടി എന്തായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു മകൾ എന്ന നിലയിൽ നിനക്ക് വേണ്ടി നിന്ന് കിട്ടിയിരുന്ന സ്നേഹമോ സുരക്ഷിതത്വമോ നിനക്ക് കിട്ടിയിട്ടില്ല. നിന്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടാൽ ആർക്കായാലും സ്വന്തം ഭാവിയെക്കുറിച്ച് പേടി തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. ഒരു തരത്തിൽ നോക്കിയാൽ നീയും ഒരു ഇരയാണ്. കാർത്തിക് വളരെ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും സഹസ്രയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തൻ്റെ മനസ്സ് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കിയത്? നിന്നോടൊരു വാക്ക് പോലും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത അന്ന് എനിക്കുണ്ടായില്ല. എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ എന്തൊക്കെയോ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. എൻ്റെ ലൈഫ് എവിടെയെങ്കിലും നശിച്ചു പോകുമോ എന്നൊരു അഗാധമായ പേടിക്കൊണ്ടാണ് ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്തത്. കാർത്തിക് ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല സഹസ്ര. നിന്റെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷെ ഞാനായിരുന്നെങ്കിലും അതുമാത്രമാണ് എൻ്റെ വിഷമം. സഹസ്ര ഇടയ ശബ്ദത്തിൽ പറഞ്ഞു. ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കുമ്പോഴും നിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴും ഞാൻ എത്ര വലിയ വിഡ്ഢിയാണെന്നും എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. മോശം ലൈഫിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്ന് കരുതി ഒരു നല്ല മനുഷ്യനെയും ഒരു മികച്ച ജീവിതത്തെയുമാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കിയത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലുള്ള ഒരു കാര്യം ഒട്ടും മറച്ചു വെക്കാതെ നേരിട്ട് പറഞ്ഞപ്പോൾ കാർത്തിക് ആദ്യം ചെറുതായെന്ന് അത്ഭുതപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ ആ സാഹചര്യം ഒന്ന് ലഘൂകരിക്കാൻ ശ്രമിച്ചു. കമോൺ സഹസ്ര, നീ വിചാരിക്കുന്നത്ര കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇതുപോലെ ഇത്രയും പ്രശാന്തമായി സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്ന് ആർക്കറിയാം? ദിവസവും വൈകിട്ടൊടുവിൽ ഡിവോഴ്സ് വരെ എത്തുമായിരുന്നെങ്കിലോ? ആർക്കറിയാം? നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിനേക്കാൾ എല്ലാം വിധിക്ക് വിട്ടു കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര അന്ന് ആ ദിവസത്തോടെ അവസാനിക്കണം എന്ന് എഴുതിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഈ യാത്ര
എന്തായിരിക്കും? അല്ല, നീ എന്താ ഇത്ര പെട്ടെന്ന് വൈശാഖിലേക്ക് പോകുന്നെന്ന് പറഞ്ഞതേയില്ലല്ലോ. ഓഫീസ് ആവശ്യത്തിനാണോ അതോ പേഴ്സണൽ ആണോ? ചായക്കപ്പരികിലേക്ക് വെച്ചുകൊണ്ട് കാർത്തിക് വളരെ കാഷ്വലായി ചോദിച്ചു. സഹസ്ര തല തിരിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് ഇന്നലത്തെ പോലെ പേടിയോ കുറ്റബോധമോ ഒന്നും തോന്നിയില്ല. ഓഫീസ് കാര്യം തന്നെയാണ്. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ, ബ്രാൻഡിംഗ് എന്നിവയെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് ഉണ്ട്. ഞാൻ ഡൽഹിയിലെ ഒരു പരസ്യ ഏജൻസിയിൽ ക്രിയേറ്റീവ് ഹെഡായി ജോലി ചെയ്യുകയാണ്. ഇവൻറ്റുകൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, യൂട്യൂബ് സ്ട്രാറ്റജികൾ ഇതൊക്കെ നോക്കുന്നത് എൻ്റെ ടീമാണ്. ആ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് ഞാൻ വൈശാഖിലേക്ക് പോകുന്നത്, അവൾ വിശദീകരിച്ചു. ഗ്രേറ്റ്, നിനക്ക് ഇത്തരം ഫീൽഡുകൾ താല്പര്യമുണ്ടെന്ന് എന്നോടാരും പറഞ്ഞിട്ടേയില്ലല്ലോ. എനിക്ക് ചെറിയൊരു അത്ഭുതം തോന്നുന്നു, കാർത്തിക് ആശ്ചര്യത്തോടെ പറഞ്ഞു. സഹസ്ര ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അന്ന് എനിക്ക് കിട്ടിയ ജോബ് ഓഫർ ഒരു ചെറിയ ഏജൻസിയിലായിരുന്നു കാർത്തിക്. ആ ഓഫർ കളയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവിടെ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. അതിനുശേഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ, ബ്രാൻഡിംഗ് മേഖലയിലേക്ക് മാറി. ഈ 5 വർഷം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒടുവിൽ ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. ഇത് കേട്ട് കാർത്തിക് ചെറുതായിരുന്നു പുഞ്ചിരിച്ചു. എന്തായാലും നീ വിചാരിച്ചത് നീ നേടിയെടുത്തു. ഈ 5 വർഷത്തിൽ നീ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് നിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം. ഐ ആം ഹാപ്പി ഫോർ യു എന്ന് കാർത്തിക് വളരെ ശാന്തമായി പറഞ്ഞു. ആ വാക്കുകൾ അവൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. പിന്നെ നിന്റെ കാര്യമോ? ഇന്നലെ സംസാരിച്ചപ്പോൾ ഹൈദരാബാദിലും വൈശാഖിലും 2 ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓഫീസിലെ കാര്യമായിട്ടാണോ ഹൈദരാബാദിലേക്ക് പോയത്? സഹസ്ര ചോദിച്ചു. അതെ, ഹൈദരാബാദ് ബ്രാഞ്ചിൽ ഒരു പ്രൊജക്റ്റ് ഫൈനൽ സ്റ്റേജിലായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ജോലി കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്, കാർത്തിക് പറഞ്ഞു. അങ്ങനെ 2 പേരും അവരുടെ കരിയറിനെ കുറിച്ച് വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. പഴയ കൈപ്പേർ ഓർമ്മകളെല്ലാം മാറ്റിവെച്ച് 2 മുതിർന്ന വ്യക്തികളെ പോലെയാണ് അവരുടെ സംഭാഷണം മുന്നോട്ട് പോയത്. കൃത്യമായ ആ സമയത്താണ് സഹസ്രയുടെ ഫോൺ അടിച്ചത്. സ്ക്രീനിൽ അമ്മ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അവളുടെ മുഖത്തൊരു നേരിയ പരിഭ്രമം നിഴലിച്ചു. അടുത്തുള്ള കാർത്തികിനൊന്ന് നോക്കിയിട്ട് അവൾ ഫോൺ സൈലൻ്റാക്കി കോൾ കട്ട് ചെയ്തു. കാർത്തിക് അത് ശ്രദ്ധിക്കുകയും ചെയ്തു. എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? അമ്മയല്ലേ, സംസാരിക്ക്. സഹസ്ര നിർഭയത്തോടെ ഫോൺ താഴെ വെച്ചു. അതേ കാർത്തിക്, സാധാരണ രീതിയിലാണെങ്കിൽ ഞാൻ സംസാരിച്ചേനെ. പക്ഷേ ഇന്നലെ രാത്രി നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിൽ പിന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കി. ഒരു മകൾ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അന്ന് ആ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അവർ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ടാകും എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നെ ആരും മനസ്സിലാക്കിയില്ലെന്നോർത്തായിരുന്നു ഇതുവരെ എനിക്ക് വിഷമം. സഹസ്രയുടെ തൊണ്ടയിടറി. പക്ഷേ എൻ്റെ സ്വാർത്ഥത കാരണം അവരുടെ അന്തസ്സാണ് ഞാൻ ചന്തകവലയിൽ കൊണ്ടുപോയി ഇട്ടതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാർത്തിക്, ഇന്നലെ വരെ എൻ്റെ സങ്കടങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ അവരുടെ വേദനയും അവർ അനുഭവിച്ച നാണക്കേടും മാത്രമാണ് എൻ്റെ കൺമുന്നിൽ തെളിയുന്നത്. ഈ കുറ്റബോധം വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അമ്മയോട് കാഷ്വലായി സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. കാർത്തിക് കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് അവൾ ഫോണിലേക്ക് നോക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു. കുറ്റബോധം തോന്നിയത് കൊണ്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ നീ പോകുന്നത് വൈശാഖിലേക്കല്ലേ? അപ്പോൾ ഈ ട്രിപ്പിൽ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണുന്നുണ്ടോ? കാർത്തിക് ചോദിച്ചു. സഹസ്രയുടെ മുഖത്ത് പെട്ടെന്നൊരു പരിഭ്രമം നിഴലിച്ചു. ഇല്ല കാർത്തിക്, ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അച്ഛനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കൊരു രൂപവുമില്ല. എന്നെ വീട്ടിലേക്ക് കയറ്റുമോ എന്ന് പോലും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് വെറുതെ ഇവൻ്റ് മാത്രം കണ്ടിട്ട് ഡൽഹിക്ക് തിരിച്ചു പോകാമെന്നാണ് ഞാൻ കരുതിയത്. അത് ശരിയല്ല സഹസ്ര, നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായി. അത് അവർക്ക് കൂടി അറിയണമല്ലോ. ഇപ്പോൾ അവർക്ക് വേണ്ടത് ഇങ്ങനെ കുറ്റബോധത്തോടെ അവരിൽ നിന്നും ഒളിച്ചോടി നടക്കുകയല്ല, അവരുടെ മകൾ വീണ്ടും അവരുടെ അടുത്തേക്ക് മടങ്ങി വരിക എന്നതാണ്. ധൈര്യം സംഭവിച്ച് നീ ഒരു ചുവട് മുന്നോട്ട് വെക്കൂ. വീട്ടിലേക്ക് പോകൂ. നിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞാലും നീ അത് സഹിക്കണം. ആ ദേഷ്യത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ സങ്കടമല്ലേ ഉള്ളത്. നീ ഒരു തവണ മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കൂ. നിന്റെ മനസ്സിലെ ഭാരമെല്ലാം ഇറങ്ങിക്കോളും. ഒരു നല്ല സുഹൃത്തിനെ പോലെ കാർത്തിക് അവൾക്ക് ഉപദേശം നൽകി. സഹസ്ര തലയുയർത്തി കാർത്തികിനെ നോക്കി. അവൻ എത്ര ലളിതമായിട്ടും പക്വതയോടുമാണ് ചിന്തിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൾക്ക് അവനോട് വലിയ ബഹുമാനം തോന്നി. നീ പറഞ്ഞത് ശരിയാണ് കാർത്തിക്. ഒളിച്ചോടിയതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഈ ഇവൻ്റ് കഴിഞ്ഞയുടൻ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി നോക്കട്ടെ. അച്ഛനെ കണ്ട് നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും. താങ്ക്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ ഫോണെടുത്ത് മീറ്റിങ്ങിലായിരുന്നു. അമ്മയെ ഫ്രീ ആയ ഉടനെ ഞാൻ വിളിക്കാം എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു. കാർത്തിക് വീണ്ടും തൻ്റെ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങി. വൈശാഖി എത്താൻ ഇനി 1/4 മണിക്കൂർ കൂടി മാത്രമേ സമയമുള്ളൂ. ട്രെയിനിലെ കൂപ്പയിലുണ്ടായിരുന്ന 2 പേരും തങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തു തുടങ്ങി.